എങ്ങനെ ജനവിരുദ്ധമായി ചിത്രീകരിക്കാം? ബഡ്ജറ്റ് അവതരണ ദിവസം മാധ്യമങ്ങൾ സൃഷ്ടിച്ച വ്യാജ വാർത്തകൾ. ആദ്യത്തേത്, സർ, ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില 150 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറയുന്നു. താഴെ അതാ സ്ക്രോൾ ചെയ്തു പോകുന്നു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചില്ല, റബ്ബർ കർഷകർക്ക് നിരാശ എന്ന് മനോരമ. രണ്ടാമത്തേത്, മദ്യവില കൂടുമെന്ന് മീഡിയ വൺ. സംസ്ഥാനത്ത് മദ്യവില കൂടില്ല, ഗാലനേജ് ഫീ ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതല്ല, മന്ത്രി പറയുന്നു. മൂന്നാമത്തേത് 24-ന്റേതാണ്. നവകേരള സദസ്സിന് 1000 കോടി അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കാർഡാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചതോ? നവകേരള സദസ്സിൽ 140 മണ്ഡലങ്ങളിൽ നിന്നായി വന്ന പദ്ധതികൾക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസിറ്റീവ് ന്യൂസ് ആണ്. നമ്മുടെ എല്ലാം കൺമുൻപിലിരുന്ന് മന്ത്രി ലൈവായി സംസാരിക്കുന്നതിനിടയിൽ മാധ്യമങ്ങൾ എയർ ചെയ്ത് വിട്ടതോ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള കാർഡുകളിൽ അവർ കാണിച്ചിരിക്കുന്ന കൃത്രിമത്വമാണ്. തീർത്തും വ്യാജമെന്ന് 100% ഉറപ്പുള്ള